പത്തനംതിട്ട ജില്ലയിലെ അപ്പർ കുട്ടനാട് ഒഴികെയുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിന് ശമനം. വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. കൂടുതൽ വിവരങ്ങൾ സുനിൽ നൽകും. സുനിൽ ഇലന്തൂരാണ് വിവരങ്ങളുമായി ഉള്ളത്. സുനിൽ, എങ്ങനെയാണ് ജില്ലയിലെ സ്ഥിതി? ഒരു നേരിയ ആശ്വാസമുണ്ടോ? ജീന, പത്തനംതിട്ട ജില്ലയിലെ പ്രളയഭീതി പമ്പ കടന്നു എന്ന് പറയാവുന്ന സാഹചര്യമാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഉള്ളത്. ഇന്നലെ വരെയും വലിയ ബോട്ടുകളും വള്ളങ്ങളും ഓടിയ ആറന്മുളയിലെയും തിരുവല്ല നഗരത്തിലെയും അടക്കമുള്ള റോഡുകളിൽ ഇന്ന് വാഹന ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ജില്ലയിൽ ആദ്യം പ്രളയം ബാധിച്ച റാന്നി നഗരം ക്ലീനിംഗ് ജോലികൾ കഴിഞ്ഞ് ഏതാണ്ട് പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ആറന്മുള ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും സത്രക്കടവിലുമെല്ലാം വെള്ളക്കെട്ട് ഒഴിഞ്ഞിരുന്നു. രാവിലെ കോഴിപ്പാലം ഭാഗത്ത് റോഡിൽ ചെറിയ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇവിടെയും വെള്ളക്കെട്ട് നീങ്ങി. തിരുവല്ല നഗരത്തിലും ഇന്നോടെ വെള്ളക്കെട്ട് ഒഴിവായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയും ഇന്ന് പകലും ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചെറിയ മഴ മാത്രമാണ് ഉണ്ടായത്. കിഴക്കൻ വനമേഖലയിലും മഴയ്ക്ക് ശമനമുണ്ട്. ജില്ലയിൽ നിലവിൽ അപ്പർ കുട്ടനാട് ഭാഗത്ത് മാത്രമാണ് വലിയ വെള്ളക്കെട്ട് നിലവിലുള്ളത്. ആറന്മുളയിൽ അടക്കം രക്ഷാപ്രവർത്തനത്തിനായി കൊല്ലത്ത് നിന്നും എത്തിച്ച മത്സ്യബന്ധന ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളും ഇനിയും ആവശ്യം വന്നാൽ ഞങ്ങൾ എത്തും എന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി മടങ്ങിപ്പോകാൻ ആരംഭിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരും ഏറിയ പങ്കും വീടുകളിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. റോഡുകൾ ഗതാഗതയോഗ്യമായെങ്കിലും ആറന്മുളയിലും തിരുവല്ലയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളം കയറിയ അവസ്ഥയിൽ തന്നെയാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അടക്കമുള്ളവർ ക്ലീനിംഗ് ജോലികൾ ഏറ്റെടുത്ത് റോഡും പരിസരവും വീടുകളുമെല്ലാം വൃത്തിയാക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സംബന്ധിച്ച് ഇനി വീടുകൾ വൃത്തിയാക്കുന്നതും ഗൃഹോപകരണങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗയോഗ്യമാക്കുന്നതും കിണറുകളും ശുചിമുറികളും വൃത്തിയായി ഉപയോഗയോഗ്യമാക്കുന്നതും അടക്കം നിരവധി വെല്ലുവിളികളാണ് ബാക്കിയുള്ളത്. ജില്ലയിലെ ഡാമുകളിലും സുരക്ഷിതമായ ജലനിരപ്പാണ് നിലവിലുള്ളത്. ഒരു ഡാമിലും ഒരു തരത്തിലുള്ള അലർട്ടുകളും നിലവിലില്ല. പ്രധാന ഡാമുകളിലെ എല്ലാ ഷട്ടറുകൾ അടച്ച നിലയിലാണ് ഉള്ളത്. കഴിഞ്ഞ 6ഓളം ദിവസങ്ങളായി ജില്ലയെ ഗ്രസിച്ച പ്രളയഭീതി ഇന്നോടെ വലിയൊരളവ് വരെ ഒഴിവായി എന്ന് കരുതാവുന്ന അവസ്ഥ തന്നെയാണ് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളത്. ജീന, ശരി. പത്തനംതിട്ട ജില്ലയിൽ ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. സുനിലാണ് വിവരങ്ങൾ നൽകിയത്.